രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിലും ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായി എന്നത് രാഷ്ട്രീയ മര്യാദയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ്. വിലക്കയറ്റം വിഷയമാക്കി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്. ചർച്ചയിൽ പങ്കെടുത്ത ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു പ്രസംഗം ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പറവൂരിലെ ഒരു ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സതീശൻ സർക്കാർ സംവിധാനങ്ങളെ പ്രശംസിച്ച് സംസാരിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ ആരോപണം. താൻ പറയാത്തൊരു കാര്യം മന്ത്രിസഭയിൽ പറഞ്ഞപ്പോൾ സതീശൻ പ്രകോപിതനായി. തുടർന്നാണ് പച്ചക്കള്ളം പറയുന്നു എന്ന രൂക്ഷമായ പ്രയോഗം അദ്ദേഹം ഉപയോഗിച്ചത്. ഈ പ്രയോഗം സഭയുടെ നിയമങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായിരുന്നു. ഉടൻ തന്നെ മുതിർന്ന MLA-യും കേരള കോൺഗ്രസ് അംഗവുമായ മാത്യു T. തോമസ് ഇടപെടുകയായിരുന്നു. പച്ചക്കള്ളം എന്ന വാക്ക് ശരിയല്ലെന്നും വസ്തുതാവിരുദ്ധം എന്ന വാക്കാണ് സഭയിൽ ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്യു T. തോമസിന്റെ നിർദ്ദേശത്തെ ഗൗരവമായെടുത്ത VD സതീശൻ താൻ നടത്തിയ പ്രയോഗം ശരിയല്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു. പ്രകോപനം മൂലമാണ് ആ വാക്ക് ഉപയോഗിച്ചതെന്നും തന്റെ ഓർമ്മക്കുറവ് കൊണ്ടാണ് താൻ ആ പ്രസംഗം നടത്തിയ കാര്യം നിഷേധിച്ചതെന്നും സതീശൻ വിശദീകരിക്കുകയാണ്. തുടർന്ന് മന്ത്രിയോടും സഭയോടും ക്ഷമ ചോദിച്ച് പ്രസ്താവന പിൻവലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു.